സംഗതി ഫോം കൊടുക്കാൻ വൈകിയിട്ടുണ്ട്. അത് കുറേശ്ശെ പിന്നെ നമ്മൾ പറയും പിന്നെ ഉമ്മാക്ക് മമ്മദി സലൂന് കൊടുക്കണ മാതിരി പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇത് കുറേശ്ശെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ടൈം ലാഗായിട്ടുണ്ട്. ഈ ലാഗായതൊന്നും ഇവിടെ വിഷയമല്ല. കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം, സംഗതി നടക്കണം. എന്നിട്ട് അവസാനം ഇപ്പോൾ ഇന്നൊരു BLO പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് അതിൻ്റെ ആ QR കോഡ് ഉണ്ടല്ലോ, അത് സ്കാൻ ചെയ്ത് കണ്ട് ഇവർ കയറ്റണം ഇതിന്. അപ്പോൾ അത് ഫോം കൊടുത്തിട്ടില്ല. അത് കൊടുക്കാനും നിൽക്കണ്ട, നിങ്ങളത് വേഗം എന്ത് ചെയ്യുക, അത് സ്കാൻ ചെയ്ത് കണ്ട് തരും. ഇവിടെ സംഗതി എല്ലാവർക്കും കൊടുത്തു എന്ന റിപ്പോർട്ട് ചെയ്യും. ബാക്കി അത് കൊടുത്തോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. അപ്പോൾ എന്തായി, ഇത് 100% എന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് നാട്ടിൽ നടന്നോ മര്യാദക്കായോ. അപ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സാക്ഷി ഇതിന് സമ്മതിക്കൂല. കാരണം അവന് ഈ നാളെ നേരം വെളുത്താൽ കാണേണ്ട മനുഷ്യന്മാരാണ്. ഇത് അവൻ്റെ ബന്ധുക്കളാണ്, കുടുംബങ്ങളാണ്, സുഹൃത്തുക്കളാണ്, സഹപ്രവർത്തകരാണ്. അവരെ വോട്ടവകാശവും ആ വോട്ടവകാശം നഷ്ടപ്പെടുന്നത് മുഖേന നാളെ മറ്റന്നാൾ അത് പൗരത്വത്തിൻ്റെ ഒരു വെല്ലുവിളിയുമായി മാറിയാൽ ഇവൻ എങ്ങനെ അവിടെ ജീവിക്കും? അതൊക്കെ ആലോചിക്കും. ഈ ഒരു BLO ചിന്തിക്കണം. ഓൻ എവിടുന്നൊക്കെ സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ, ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ സമ്മർദ്ദം, കറക്റ്റ് സമയത്ത് ചേരണം, ഇല്ലെങ്കിൽ നിങ്ങളെ നടപടി വരും. രണ്ടാമത്തത് ഈ ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം. കാരണം ജനങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾ ആ രീതിയിലേക്ക് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വോട്ടവകാശം പോയാൽ പിന്നെ ഇവനെ കാണുന്നിടത്തൊക്കെ ഇവൻ്റെ പൗരത്വം കളഞ്ഞ എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ജനങ്ങൾ കാണുക. അതിൻ്റെ വേറൊന്നും രാഷ്ട്രീയക്കാർ വന്നിട്ട് പിന്നെ അത് വെട്ടാൻ പാടില്ല, അത് ചേർക്കണം, അവരുടേതായ രീതിയിലുള്ള ഭീഷണിയും സാധനങ്ങളും അത് വേറെ ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയക്കാരും പറഞ്ഞുകൂടാ. കാരണം അവരിപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും ക്ലാഷ് ആയിങ്ങാണ്ട് ഏതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാതെ എല്ലാവരും അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ മൊത്തം അസ്വസ്ഥത, ആ സ്ട്രെസ്സ് മുഴുവൻ പോയി വീഴുന്നത് ആരുടെ തലയിലാണ്? BLOമാരുടെ തലയിലാണ്. അതാണ് ഈ സംഭവിക്കുന്നത്. എനിക്ക് പറയുള്ളത് BLOമാർ എന്നാൽ പിന്നെ ആത്മഹത്യ ചെയ്യുക എന്നുള്ള രൂപത്തിൽ അതൊരിക്കലും ശരിയല്ല. അത് BLO എന്നല്ല, സ്ട്രെസ് ഉണ്ടായാലും വേഗം മരിക്കുക എന്നുള്ള പരിപാടി ജീവിതത്തിൽ ഭീരുക്കൾ മാത്രമേ ചെയ്യുള്ളൂ. അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ തലെടുത്ത് പോണ കേസൊന്നും. എനിക്കിത് കേൾക്കുന്ന BLOമാരോട് പറയാനുള്ളത്, നിങ്ങൾ അത്ര ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ന്യായപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, ആ സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഇടങ്ങാറായി പ്രയാസപ്പെട്ട് എന്തോ പിന്നെ പ്രശ്നം വരും, അത് കാര്യങ്ങൾ ചെയ്യുക. അതതിന് നിയമപരമായിട്ട് അപ്പോൾ അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരും. അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ വേഗം ഇത് ജീവൻ ഒടുക്കുന്നതിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയി അവനവൻ്റെ പിന്നെ ജീവൻ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, ദയവ് വിചാരിച്ച് പോകരുത് എന്നുള്ളതാണ് അത്തരം ആൾക്കാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം.